Hey GQ, we are BTS. Does RM think that Jungkook's vocal register has changed? ജങ്കുക്കിന്റെ വോക്കൽ റേഞ്ച് പണ്ടത്തെക്കാളും ഒരുപാട് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഹൈ നോട്ട്സ് ഒക്കെ ഉയർന്ന സ്വരത്തിൽ പാടിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ മാറ്റം വളരെ വലുതാണ്. ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ കരോക്കെ പാടാൻ പോകുമ്പോൾ നമ്മളെ ശരിക്കും വട്ടം കറക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഡൈനമൈറ്റ് ഒക്കെ പാടിയ ശരിക്കും പണി വാളും. എനിക്ക് തോന്നുന്നത് BTSന്റെ പാട്ടുകളൊക്കെ വല്ലാതെ ഹൈപ്പിച്ചാണെന്നാണ്. അതെ, ശരിക്കും ഭയങ്കര ഹൈ ആണ്. നമ്മുടെ എല്ലാ പാട്ടുകളും അത്രയും ഹൈ ആണ്. അതൊക്കെ ഈ ചെറുക്കം കാരണമാണ്. അതെ, നിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. 때문이잖아. 니 때문이잖아. ശരിയാണ്, ജങ്കുക്കിന്റെ റേഞ്ച് ശരിക്കും ഒരുപാട് കൂടിയിട്ടുണ്ട്. The fact that Yoongi knows Jin's shower playlist is 나의 really 플레이리스트도 interesting. 모르는데 내가 എന്റെ സ്വന്തം പ്ലേലിസ്റ്റ് തന്നെ എനിക്കറിയില്ല. പിന്നെ ആ ജിൻഹെങ്ങിന്റെ പ്ലേലിസ്റ്റ് എനിക്ക് പേഴ്സണലി അതൊന്നും അറിയാൻ താല്പര്യമില്ല. എന്തിനാ അതൊക്കെ അറിയുന്നത്? ജിൻഹെങ് കുളിക്കുമ്പോൾ പാട്ടൊന്നും കേൾക്കാറില്ലേ? ഇല്ല, ഞാൻ കുളിക്കുമ്പോൾ ഒന്നും കേൾക്കാറില്ല. അല്ല, ജിൻഹെങ് കുളിക്കുമ്പോൾ മേപ്പിൾ സ്റ്റോറി ഗെയിമിന്റെ BGM അല്ലേ കേൾക്കാറുള്ളത്? അല്ല. അപ്പോൾ നീ കുളിക്കുമ്പോൾ പാട്ട് കേൾക്കാറില്ലേ? ഞാൻ നമ്മുടെ ആൽബമാണ് കേൾക്കുക. എനിക്ക് കുളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം വേണം. പാട്ടായാലും സംസാരമായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടുകൊണ്ടേയിരിക്കണം. നീ കുളിക്കുമ്പോൾ പാട്ട് കേൾക്കാറുണ്ടോ? നീ പാടാറുണ്ടോ? മൂടുണ്ടെങ്കിൽ ഞാൻ പാടും. എനിക്ക് 5 മിനിറ്റ് മതി കുളിക്കാൻ. നീ എന്താ പാടാറുള്ളത് ജങ്കുക? ഓ, ഞാൻ കുളിക്കുമ്പോൾ പാട്ടൊന്നും കേൾക്കാറില്ല. നീ കേൾക്കാറില്ലേ? അതെ, ഞാൻ മുഖം കഴുകുമ്പോഴാണ് പാടാറുള്ളത്. ഞാൻ ഇങ്ങനെ ചെയ്യും, എന്നിട്ട് പെട്ടെന്നൊന്ന് നിർത്തും. നീ കുളിക്കുമ്പോൾ ശരിക്കും അങ്ങനെയാണോ ചെയ്യാറ്? എനിക്കും അത് തന്നെയാണ് ശീലം. മുഖം കഴുകുമ്പോഴാണോ നീ അങ്ങനെ ചെയ്യാറ്? പണ്ട് ഹോബിഹെങ് ബസ്സിലിരിക്കുമ്പോൾ എപ്പോഴും ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ, ഉണ്ടായിരുന്നു. ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അവൻ ബസ് കയറിയിരിക്കുമ്പോൾ ഹോബി എന്ന് പറയുമായിരുന്നു. എന്തായാലും നമുക്ക് ഷവർ പ്ലേലിസ്റ്റിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതെ, ഒന്നും അറിയില്ല. നീ എന്തിനാ ചിരിക്കുന്നേ? ചുമ്മാ ഓരോന്ന് ആലോചിച്ച് ചിരിക്കുകയാണോ? ഷുഗാഹിങ്ങിനെ കണ്ടിട്ട് എന്തോ അസുഖം വന്നതുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഷുഗാഹിങ്ങിനെ കാണുമ്പോൾ എന്തോ സങ്കടമുള്ള ആളെ പോലെയുണ്ട്. ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ പോലെയുണ്ട്. എന്തായാലും നിനക്ക് പണ്ടത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ആ മുടിയും ലുക്കും ഒക്കെ അതുപോലെ തന്നെ. ഇത് എപ്പോഴത്തെയാണ്? ഒരു 3 വർഷം മുമ്പത്തെയാ. ഇങ്ങനെ കാണുമ്പോൾ ഒരു മ്യൂസിക് കണ്ടക്ടറിനെ പോലെയുണ്ട്. ഷുഗാഹിങ്ങിന്റെ ഇപ്പോഴത്തെ സ്റ്റൈല് കുറച്ചുകൂടി ഒരു റോക്ക് ലുക്കിലേക്ക് മാറിയെന്ന് തോന്നുന്നു. ഞാൻ മുടിയൊക്കെ വളർത്തിയതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും അത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം വളർത്തുന്നതാ. എന്ത് നല്ല മകനാണല്ലേ. ശരിക്കും അതുതന്നെയാണ് കാര്യം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മുടി നീട്ടി വളർത്തുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്കും അത് തന്നെയാണ് ഇഷ്ടം. അമ്മയ്ക്ക് പണ്ടേ ഒരു രാജകുമാരൻ്റെ ലുക്കായിരുന്നു ഇഷ്ടം. പിന്നെ ഞാൻ പട്ടാളത്തിൽ പോയി മുടിയൊക്കെ വടിച്ചപ്പോൾ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് നീളമുള്ള മുടി തന്നെയാണ് കൂടുതൽ ചേരുന്നത് എന്ന്. When did they officially come back together and to start working on the new album? ജൂലൈ മുതൽ. നമ്മൾ പട്ടാള സേവനം കഴിഞ്ഞ് ഇറങ്ങിയ പാടെ നമ്മൾ നേരെ അങ്ങോട്ട് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതെ, നേരെ അമേരിക്കയിലേക്ക് തന്നെ വിട്ടു. ഷുഗാഹിങ്ങാണ് ആദ്യം പോയത്. ആദ്യം ഷുഗ പോയി, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങളും. ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ അമേരിക്കയിൽ പോയി ആൽബത്തിന്റെ വർക്കുകൾ തുടങ്ങണമെന്നായിരുന്നു പ്ലാൻ. എല്ലാവർക്കും ഓരോ ഐഡിയ ഉണ്ടായിരുന്നു. ഇതൊന്ന് ചെയ്തു നോക്കിയാലോ, അതൊന്ന് പരീക്ഷിച്ചാലോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നു. പക്ഷേ അമേരിക്കയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ശരിക്കും ഞങ്ങൾ ആൽബത്തിന്റെ പണി തുടങ്ങിയത്. നമ്മൾ LA ഉണ്ടായിരുന്ന സമയം അടിപൊളിയായിരുന്നു അല്ലേ? ഓ, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും നല്ല രസമായിരുന്നു. അടിപൊളിയായിരുന്നു. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടോ? വീണ്ടും പോകണമെന്നുണ്ടോ? എനിക്ക് പോകണം. എല്ലാവർക്കും കൂടി അവിടെ ഒരുമിച്ച് താമസിച്ചാലോ? എന്നാ പിന്നെ എല്ലാവർക്കും വീട്ടിൽ താമസിച്ചാലോ? അപ്പോൾ കുറച്ചു കാലത്തേക്ക് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ?